അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വളരെ അപകടകരമായ ഭീതിതമായ അവസ്ഥയിലേക്കാണ് കേരളത്തിന്റെ തെരുവുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ പോലും വളരെ അപകടം നിറഞ്ഞ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി എന്ന് പറയാൻ പറ്റില്ല, മിനിറ്റുകൾ പ്രതി വാർത്തകൾ, ഭീതിതമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയധികം മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് കയറ്റി അയക്കപ്പെടുന്നുണ്ട്. കൊലപാതകത്തിന്റെയും മറ്റുള്ള അക്രമങ്ങളുടെയും വെട്ടിന്റെ കുത്തിന്റെയൊക്കെ പിന്നിൽ ഏറ്റവും വലിയ വില്ലനായിട്ട് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് MDMA പോലുള്ള മയക്കുമരുന്നുകളാണ്. ഇത് ഏകദേശം കേരളത്തിലെ പൊതുജനങ്ങളും ഉന്നത തലങ്ങളുമൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ എല്ലാവരും കൂടി ഒന്നിച്ച് കരയാണ്. എന്ത് ചെയ്യാൻ കഴിയും? ആരാണ് ഇതിനൊക്കെ ഉത്തരവാദികൾ? കേരളത്തിന്റെ തെരുവുകളിൽ വിദേശ മദ്യങ്ങളുടെ ഔട്ട്ലെറ്റുകൾക്ക് പെർമിഷൻ കൊടുക്കുന്ന, ആ വിദേശ മദ്യശാലകൾ നടത്തുന്ന സർക്കാർ തന്നെയാണ് ഇതിന്റെ ഒന്നാമത്തെ പ്രതി. ഈ കഴിഞ്ഞ 10 വർഷത്തോളം കാലം LDF ഭരണത്തിൽ വർദ്ധിച്ചു വന്നിട്ടുള്ള മദ്യഷാപ്പുകൾ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. കഴിഞ്ഞ UDF കാലത്ത് 50-ൽ താഴെ ഉണ്ടായിരുന്നത് 1000-ന് മുകളിലേക്ക് കയറിപ്പോയി. ഇത് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ ആളല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണക്കുന്നതല്ല. വിഷയാധിഷ്ഠിതമായ വിമർശനങ്ങളും വിഷയാധിഷ്ഠിതമായ പിന്തുണയും ഏത് പാർട്ടിക്കും നൽകും. അതാണ് നമ്മുടെ രീതി. പറയുമ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാം. ഇത് ഫാക്റ്റാണ്. ഫാക്റ്റ് പറയുന്ന സമയത്ത് ചിലരെ മെൻഷൻ ചെയ്യേണ്ടി വരും. അത് അങ്ങനെ തന്നെ പറയും. അതിലാരും വെപ്രാളപ്പെട്ടൊരു കാര്യമില്ല. കാരണം ഇത് യാഥാർത്ഥ്യമാണ്. മദ്യവും മയക്കുമരുന്നുകളുമാണ് എല്ലാ തിന്മകളുടെയും പിന്നിൽ എന്ന് നമുക്ക് പരിശോധിക്കും. ഇപ്പോൾ അടുത്ത് വന്ന് ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ, ഒരാളൊന്നല്ല കൊല്ലുന്നത്, കൂട്ടക്കൊലപാതകങ്ങളാണ് നടക്കുന്നത്. അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച സംഗതി എന്താണെന്ന് നോക്കിയാൽ ഒന്നുകിൽ മദ്യം, അല്ലെങ്കിൽ MDMA, അല്ലെങ്കിൽ കഞ്ചാവ്. ഈ മദ്യത്തിന്റെ പ്രത്യേകത, അതിന് ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കും. അതിന് വാസന ഉണ്ടാകും. കൂടുതലായി കഴിഞ്ഞാൽ മനുഷ്യൻ വിഭ്രാന്തി കാണിക്കും. കഞ്ചാവിൽ ശാരീരികമായ പറയലും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അതിന് അഡിക്റ്റായ ഒരാൾക്കാർ കിട്ടിക്കൊണ്ടിരിക്കണം. അവന്റെ ബോധം നഷ്ടപ്പെടും. അവന്റെ കുടുംബവുമായിട്ടോ അവന്റെ കൂട്ടുകാരുമായിട്ടുള്ള ആ റിലേഷൻ എന്താണെന്ന് അവർക്ക് തിരിയാത്ത ഒരവസ്ഥയിലേക്ക് അവന്റെ തലച്ചോറവെ മാറ്റിക്കളയും. എന്നാൽ MDMA എന്ന് പറയുന്ന ഈ പറഞ്ഞതിനേക്കാളൊക്കെ വലിയ അപകടകാരി, ഏറ്റവും വലിയ അപകടകാരിയായി മാറുന്നതിന്റെ പിന്നിലുള്ള ചില രഹസ്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അത് ഉപഭോക്താവിന്റെ കയ്യിലേക്ക് എത്തുന്നത് ആരും അറിയില്ല. മറ്റൊന്ന്, ഇത് കഴിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. പ്രത്യക്ഷത്തിൽ ലാബ് ടെസ്റ്റിൽ മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ. ഇവന്റെ സ്വഭാവത്തിൽ വരുന്ന മാറ്റത്തിലൂടെ അതിസൂക്ഷ്മമായി തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. എന്നാൽ തന്നെ അത് ഈ സാധനം ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ന് പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഇനി ഞാനതിന്റെ കുറച്ചുകൂടി ഡീപ്പായ കാര്യങ്ങൾ പറയാം. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അതായത്, ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇന്ന് ഓൺലൈനിൽ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നെതർലാൻഡിൽ നിന്ന്, നൈജീരിയയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, ഇങ്ങനെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ഇത് പർച്ചേസ് ചെയ്യുന്നത്? അത് ഡാർക്ക് വെബ് ഉപയോഗിച്ചുകൊണ്ടാണ്. എന്താണ് ഡാർക്ക് വെബ്? ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പിടുത്തം കിട്ടാത്ത ഒരു ലോകമാണ്. നമുക്ക് പിടുത്തം കിട്ടാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്താലൊന്നും കിട്ടില്ല. അങ്ങനത്തെ ഒരു ലോകമാണ്. അതിനുവേണ്ടി പ്രത്യേക ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഒരു സോഫ്റ്റ്വെയർ അല്ല, പല സോഫ്റ്റ്വെയറുകളുണ്ട്. സോഫ്റ്റ്വെയറിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അതിലേക്ക് നമ്മൾ കാരണമായിട്ട് ആർക്കെങ്കിലും വൈദ്യു വെക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഈ കാര്യങ്ങൾ രക്ഷിതാക്കൾ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഈ ഡാർക്ക് വെബ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനുകൾ, അത് ക്രോം, ഒപ്പര തുടങ്ങിയ സെർച്ച് എഞ്ചിനുകൾ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതിലൊന്നും സെർച്ച് ചെയ്താൽ കിട്ടാത്ത പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പ്രവേശിക്കേണ്ട ഒരു ലോകമാണ് ഡാർക്ക് വെബ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾ, മലയാളി കുട്ടികൾ ഈ സാധനം വാങ്ങുന്നത്. ചെറിയ വില ഒന്നുള്ളതിന്. വിദേശത്തെ പൈസക്ക് നമ്മുടെ രാജ്യത്തിന്റെ രൂപ കമ്പയർ ചെയ്യുമ്പോൾ വലിയ എമൗണ്ട് നൽകേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നൽകേണ്ടി വരുന്ന അങ്ങനെ ബുക്ക് ചെയ്യുന്ന ഈ സംഗതി നമ്മുടെ രാജ്യത്തേക്ക് എയർ തപാൽ വഴിയും മറ്റുമൊക്കെ എത്തുന്നു. ഇങ്ങനെ ഒരു വസ്തു കൊറിയർ വരുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്താണ് എന്ന് കണ്ടെത്താനുള്ള ഒരു സംവിധാനം നിലവിലില്ല. അതായത് സംശയാസ്പദമായിട്ട് പോലീസ് ചെക്ക് ചെയ്യുമ്പോഴാണ് പലതും പിടിക്കുന്നത്. എന്നാൽ അതിന്റെ ഉള്ളിൽ ഇന്ന വസ്തു ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടല്ല പോലീസ് ചെക്കിങ് നടത്തുന്നത്. അപ്പൊ എത്ര റയറാണ്, എത്രമാത്രം നിസ്സാരമായ കേസുകളാണ് പിടിക്കപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതിന്റെ 100 മടങ്ങ് 200 മടങ്ങ് സാധനങ്ങൾ വളരെ സേഫായിട്ട്, സുരക്ഷിതമായിട്ട് കടത്തപ്പെടുന്നുണ്ട്. ആ വരുന്ന സാധനങ്ങളൊക്കെ കേരളത്തിലാക്കാണ്. കേരളത്തിലേക്ക് ഇത്ര അധികം രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ, പിടിക്കപ്പെടുന്നത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ്. അത് തന്നെ ഞാൻ പറയുന്നത് അതിന്റെ 100 ഇരട്ടി സേഫായിട്ട് കടത്തപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇത്രയും സാധനങ്ങൾ കേരളത്തിലേക്ക് വന്നാൽ ഇത് ഉപയോഗിക്കേണ്ടത് ആരാണ്? ഇത് ഉപയോഗിക്കുന്നത് ആരാണ്?
നമ്മളൊന്ന് കണക്ക് കൂട്ടിയാൽ നോക്കിയാൽ മതി. കേരളത്തിലെ ജനസംഖ്യ, ആ ജനസംഖ്യയുടെ ഇത്ര ശതമാനം ആളുകൾ ഇത് ഉപയോഗിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഇതിവിടെ ചെലവാകുള്ളൂ, എങ്കിൽ മാത്രമേ ഇതിവിടെ കടത്തപ്പെടുന്നതിന് അർത്ഥമുള്ളൂ. അപ്പൊ എവിടൊക്കെ സാധനങ്ങൾ എത്തുന്നുണ്ട്, നമ്മളെ വീടിന്റെ അകത്തളങ്ങളിൽ പോലും സാധനങ്ങൾ എത്തുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മളറിയാത്ത പല സംഗതികൾ ഇന്റർനെറ്റിൽ കുട്ടികൾക്ക് അറിയാം. അപ്പൊ ഇത്തരം ഡാർക്ക് വെബുകൾ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് വാങ്ങുന്ന സാധനങ്ങൾ എയർത്തപാൽ വഴി വരുമ്പോൾ അതിന്റെ പേര് MDMA എന്നല്ല. കുട്ടികൾക്കിടയിൽ ട്രെൻഡായ പല പേരുകളുണ്ട്. ഉദാഹരണം ഒന്ന് ലംബോർഗിനി. ലംബോർഗിനി എന്ന് കേട്ടാൽ നമുക്ക് എന്താ മനസ്സിലാവും? കാറിന്റെ പേരാണ് ലംബോർഗിനി. പക്ഷെ അത് ഉപയോഗിക്കപ്പെടുന്ന ഈ പേര് ഉപയോഗിക്കപ്പെടുന്നത് MDMA എന്ന് പറയുന്ന മയക്കുമരുന്നിലെ ഒരു ഗുളികക്കാണ്. ഈ പേരുകളാണ് കുട്ടികൾക്കിടയിൽ അറിയുന്നത്. ഞാൻ ഈ അടച്ചിട്ട റൂമിൽ നിന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മളൊന്നും അറിയാത്ത കേരളത്തിന്റെ തെരുവുണ്ട്. അവിടേക്ക് കടന്നു നോക്കുമ്പോഴാണ് ഇതിന്റെ ഭീകരത എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് ഇത് തടയുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. ഇനി പോലീസും ഡിപ്പാർട്ട്മെന്റുകളും ഇത് പിടിക്കുന്നുണ്ടെങ്കിൽ തന്നെ, പിടിക്കാൻ വല്ല ഉത്സുകതയും കാണിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ആത്മാർത്ഥത കൊണ്ടാണ് നമ്മൾ തെറ്റിദ്ധരിക്കും വേണ്ട. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതിൽ അവർക്കുള്ള വിഷമം കൊണ്ടോ അല്ലെങ്കിൽ ആത്മഹത്യകളും അതുപോലെ തന്നെ കൊലപാതകങ്ങൾ പെരുകുന്നതിലുള്ള ആദി കൊണ്ടോ ആണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. മറിച്ച് കേരളത്തിലെ മദ്യവിൽപ്പനയ്ക്ക് സാരമായി ഇത് ബാധിക്കും. മദ്യവിൽപ്പനയെ ബാധിച്ചാൽ അത് സർക്കാരിന്റെ വരുമാനം കുറക്കും. ഇതാണ് യാഥാർത്ഥ്യം. ഇതൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല. അതാണ് ഈ ലഹരി വേട്ടയ്ക്ക് പിന്നിൽ. എന്നാൽ അതേ സർക്കാർ തന്നെയാണ് ഈ ലഹരിയെ പോലെ തന്നെ കൊലപാതകങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും കാരണമാകുന്ന വിദേശ മദ്യങ്ങളുടെ ഔട്ട്ലെറ്റുകൾ തുറന്നു പ്രവർത്തിക്കുന്നത് ആരാണ്? സർക്കാരാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സാധനം ഒരു കുട്ടി ഇത്തരം ഡാർക്ക് വെബിൽ നിന്ന് അവനക്ക് മാത്രമായിട്ട് പർച്ചേസ് ചെയ്താൽ ഒരു കൊറിയറാണ് നമ്മുടെ വീട്ടിലേക്ക്. ആ കൊറിയർ വരുമ്പോൾ ആ കൊറിയറിൽ ഉണ്ടാക്കി ചിലപ്പോൾ വല്ല ഡ്രസ്സായിരിക്കാം, അല്ലെങ്കിൽ വല്ല പുസ്തകങ്ങളായിരിക്കാം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ടാണ് ഈ സാധനം വരുന്നത്. അപ്പോൾ MDMA എന്ന് പുറത്ത് ഒട്ടിച്ചിട്ടോ അല്ലെങ്കിൽ അത് കാണുന്ന രൂപത്തിൽ ഗുളികകളായിട്ടോ മറ്റൊന്നല്ലത് സാധനം വരുന്നത്. മകൻ ജർമ്മനിയിൽ നിന്നൊരു ബുക്ക് ഓർഡർ ചെയ്ത് ആ ബുക്കാണ് വരുന്നത്. അല്ലെങ്കിൽ മകള് നെതർലാൻഡിൽ നിന്നൊരു ഡ്രസ്സ് ഓർഡർ ചെയ്ത് ആ ഡ്രസ്സാണ് വരുന്നത്. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, എന്താണ് ഡെലിവറി നമ്മുടെ മക്കൾക്ക് വരുന്നത്. ഒരു നിശ്ചിത ശതമാനം വരെ നമുക്ക് തടയാൻ സാധിക്കും. അത് മുഴുവനായിട്ട് പരിശോധിക്കാൻ സാധിച്ചാൽ. ഇനി അതിനേക്കാൾ സേഫായിട്ട് കുട്ടികൾ കടത്തും. അത് സ്വന്തം വീട്ടിലേക്ക് ഒരിക്കലും ഡെലിവറി ചെയ്യില്ല. മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ കൂട്ടുകാരിലേക്കോ ഒക്കെ ഡെലിവറി ചെയ്തിട്ട് അവിടുന്ന് കളക്ട് ചെയ്യാം. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്. പണ്ടൊക്കെ കേരളം വിട്ട് ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ പോകണ ഈ സാധനം പർച്ചേസ് ചെയ്യാം. ഇന്നത് വേണ്ടത് വീട്ടിലേക്ക് എത്തണം. മറ്റൊരു തരത്തിൽ ഇത് വരുന്നത് ഇതിന്റെ വിൽപ്പനക്കാരാണ്. ഡാർക്ക് വെബിലൂടെ വലിയ തോതിലുള്ള അളവിൽ ക്വാണ്ടിറ്റിയിൽ സാധനം ബുക്ക് ചെയ്യും. അങ്ങനെ കൊറിയർ വഴി വന്നിട്ട് ഇയാൾ ഇവിടെ നിന്ന് റീസെൽ ചെയ്യാം. ഈ റീസെൽ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെറുപ്പക്കാർ 24ഉം 25 വയസ്സുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ 18ഉം 20 വയസ്സുള്ള കുട്ടികളാണ് ഇത് ചെയ്യുന്നത്. കാരണം അവർക്ക് ഡാർക്ക് വെബൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത് അവർക്കാണ്. വയസ്സായ ആളുകൾക്ക് അത് സാധിക്കില്ല. അതാണ് ഇത്തരം പ്രായക്കാരിൽ നിന്ന് ഇത്തരം കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ വരുന്ന സാധനം റീസെൽ ചെയ്യുമ്പോൾ ആരെങ്കിലും അറിഞ്ഞു പിടിക്കപ്പെടുന്ന വളരെ റയറായ കേസുകളാണ് നമ്മളിലേക്ക് പത്രമാധ്യമങ്ങൾ ദ്വാരാ എത്തുന്നത്. നേരെ മറിച്ച് ഇതിന്റെ വലിയ ഒരു ശൃംഖല ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനു പുറമെ ഡയറക്റ്റ് ആയിട്ട് സാധനം ബുക്ക് ചെയ്ത് വരുത്തിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പൊ ഇതിനൊക്കെ പ്രത്യേകമായിട്ട് ഓരോ പേരുകളുണ്ട്. ഇ എന്ന് പറഞ്ഞാൽ ഒരു MDMA ഡ്രഗാണ്. ഒരു ഗുളികക്കാണ് ഇ എന്ന് പറയാം. മോളി, XTC, എക്സസി, ബീൻസ്, ബിസ്ക്കറ്റ്, ഇതൊക്കെ കേട്ടാൽ നമുക്ക് എന്താ തോന്നുക? ഇതൊക്കെ MDMA ഓരോ ഗുളികന്റെ പേരാണ്. ക്ലാരിറ്റി, ഡിസ്കോ ബിസ്ക്കറ്റ്, ഗോ, ഹഗ്, ലെവേസ് സ്പീഡ്, പീസ്, STP. ഇതൊക്കെ കേട്ടാൽ തന്നെ കുട്ടികൾ പരസ്പരം പറയുന്നത് കേട്ടാൽ തന്നെ രക്ഷിതാക്കൾക്കോ മറ്റോ ഒന്നും മനസ്സിലാവില്ല. പക്ഷെ ഇതൊക്കെ ആണ് സാധനങ്ങൾ നമ്മൾ കുട്ടികൾ ഉപയോഗിക്കുന്നത് എന്ന് തിരിച്ചറിയപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും വാർത്തണ്ട, തറാവീഹിന് പോയ കുട്ടികൾ, തറാവീഹിന് എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയ കുട്ടി MDMA ഉപയോഗിച്ചിട്ട് അതിമാരകമായിരിക്കുന്ന വിഭ്രാന്തി കാണിക്കുന്ന രംഗം നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചു. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമ്മൾ വളരെ വൈകാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്കിതിന് തടയുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരിക്കുന്ന ഒരു ദൗത്യമാണ്. അപ്പൊ ഇതിന് പോലീസ് ഉറവിടം ലഹരി ഉപയോഗിക്കുന്നവരെ അറിയിച്ചു കൊടുക്കുന്നവർക്ക് 2000 രൂപ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ കണ്ടു MSF
5000 രൂപ ഉറവിടം അറിയിച്ചു കൊടുത്താൽ 5000 രൂപ വാഗ്ദാനം ചെയ്യാം. ഇതേപോലെ എല്ലാ സംഘടനകളും എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും മുന്നോട്ട് വരണം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം പൈസ കിട്ടിയാൽ കുറച്ച് കുട്ടികൾ പൈസന്റെ ആവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞേക്കാം. 10-70% വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നവരാണ്. ബാക്കിയുള്ള 20%-ഓളം ആളുകൾ ഉപയോഗിക്കുന്നത് അറിയുന്നവരാണ്. അപ്പോൾ ഉപയോഗിക്കുന്നത് അറിയുന്നവർക്ക് പാരിതോഷികം കൊടുത്തിട്ട് ഇത് പിടിക്കാനും തടയാനും വേണ്ടി സാധിക്കും. ഇതൊക്കെ ചെയ്താൽ തന്നെ സർക്കാർ വിദേശ മദ്യങ്ങളുടെ ഔട്ട്ലെറ്റുകൾ തുറന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആൾക്കാർക്ക് ഭ്രാന്തായി കഴിഞ്ഞാൽ ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാം? അപ്പോൾ കേരളം ഒരു ഭ്രാന്താലയമായി എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന ഒരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംരക്ഷിക്കാതെയും നമ്മളെ മക്കളെ നമ്മൾ സംരക്ഷിക്കുക. ഇതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും കാണുന്നില്ല. വളരെ പ്രയാസമാണ്. ഇനി ഇത്തരം സാമൂഹ്യ സംഘടനകൾ മുന്നിട്ട് വന്നുകൊണ്ട് ഇതുപോലെ വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചാൽ കുറേയൊക്കെ പിടിക്കപ്പെടാൻ സാധിക്കും. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ്. ഞാൻ വിചാരിക്കും എനിക്ക് കുറച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഇത് 20,000-50,000 രൂപ വെച്ചിട്ട് കൊടുക്കാം. കാരണം ഇതിന്റെ ഉറവിടം അറിയിച്ച് തരുന്ന ആൾക്ക് കൊടുക്കാം എന്ന്. കാരണം അങ്ങനെ കൊടുക്കുന്ന പാരിതോഷിക തുകക്ക് നാളെ പരലോകത്ത് ഒരു 10,000 പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്ര അധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അത്രയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ തെരുവുകൾ. അള്ളാഹു തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.